ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എന്താ കൂട്ടുകാരെ, ഞാൻ എൻ്റെ പെരുന്നാൾ വീഡിയോസൊക്കെ ഞാൻ വൈകിയാണ് ഇടണത് അല്ലേ. അപ്പോൾ എൻ്റെ ക്ഷമിക്കണേ എല്ലാവരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് പറഞ്ഞാൽ ഒന്നുമില്ല, വീട്ടിൽ പോകുക, വിരുന്നിരിക്കുക, ആ വീട്ടിൽ പോയി എല്ലാവരുടെയും കണ്ട് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ ഇടാൻ മറന്നതാട്ടോ. മറന്നതല്ല, സമയം കിട്ടിയില്ല, അത് വേണം പറയാൻ. അപ്പോൾ ഇതിപ്പോൾ പെരുന്നാളുടെ തലേ ദിവസം മുതൽ അങ്ങോട്ട് തുടങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി 2 മണിയായിട്ടു എത്താൻ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കൂസ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ബാക്കി 2 കുട്ടികളും ഉറങ്ങിക്കണു. പല്ലൂസ് ഒരു 12 മണിയായപ്പോൾ പോയി ഉറങ്ങി. മുടി ഇപ്പോൾ പിന്നെ 2 പേരുടെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിക്കോ കുട്ടീന്ന് ഈ അങ്കൂസിനെ പറഞ്ഞ അങ്കൂസ് പറയണ്, ഇമ്മ ഉറങ്ങുമ്പോഴേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ. 3-4 മണിയായി ഇവന് ഉറങ്ങുമ്പോൾ. അതപ്പം തന്നെ 3 മണി ആകാനായിക്കണം. എന്നിട്ട് ഈ കുട്ടി ഉറങ്ങിയിട്ടില്ല, എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. പിന്നെ ഒക്കെ പറഞ്ഞാൽ ആ ശരി വീട്, അവന് ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ അപ്പം തന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ കഴുകണം, മസാല പുരട്ടി വെക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം വറക്കേണ്ട സമയമാകുമ്പോഴത്തേനും ഇപ്പോൾ 3 മണിയാകാനായി. ഇപ്പോൾ ഒരു 3:15 ആയിക്കണം കേട്ടോ. ആകുമ്പോഴത്തേനും മസാലയൊക്കെ നന്നായി അതിൽ നമുക്ക് ഒരു 7 മണിക്കൊക്കെ ഒന്ന് വറക്കാൻ നിന്ന് പറഞ്ഞാൽ മസാലയൊക്കെ നന്നായി അതിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആകുമല്ലോ ചിക്കൻ. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അങ്ങോട്ട് മസാലയൊക്കെ തേച്ച് വെക്കും. ഏകദേശം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, ചിക്കൻ കിട്ടിയതും മസാലയൊക്കെ തേച്ച് വെക്കും ഒക്കെ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞിരിക്കണം, പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയൊന്ന് മൈലാഞ്ചി പെട്ടെന്നിട്ട് ചടപടേന്നാക്കാൻ പഠിച്ചിട്ടാട്ടോ. അപ്പോഴും നമ്മുടെ അങ്കൂസ് അവിടെ കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങിയിട്ടില്ല ആൾ. അപ്പോൾ എങ്ങനെയെങ്കിലും അവനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അമ്മ മൈലാഞ്ചി ഇടണോ? അപ്പോൾ അല്ല, മൈലാഞ്ചി ഇടയില്ല അത് പറഞ്ഞിട്ട് പറയട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ആക്കിയിട്ട് പിന്നെ എൻ്റെ ഈ ഏകദേശം ഈ മൈലാഞ്ചി ഇടലൊക്കെ കഴിയുമ്പോഴത്തേനും ആൾക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉറക്കമൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോഴേ ചൂട് എത്രയാണ് വെച്ചിട്ടാ, 45 ഡിഗ്രി ആയിക്കണു കേട്ടോ. അപ്പോൾ അതിനും കാട്ടി ഒരു സന്തോഷമുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ഇപ്പോൾ കുറുമ്പിയും നമ്മുടെ അല്ലൂസും അങ്കൂസും ഒക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടപ്പിയും സുന്ദരിക്കുട്ടനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഏട്ടനും അനിയത്തിയും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുക കേട്ടോ. ഇപ്പൊ കുറുമ്പിൽ പറഞ്ഞ, എന്താ പെണ്ണെ ഉടുപ്പൊന്നും ഇടുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ പറയണേ, ഞാൻ ചെക്കനാവണത് എന്നിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെക്കന്മാരുടെ പോലെ ഇട്ടിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂസ് ബാക്കിൽ നിന്നിട്ട് എന്തൊക്കെ കാട്ടണം. പിന്നെ അടുക്കളയ്ക്ക് അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടി, പിന്നെ ചിക്കൻ വറുക്കുകയും പിന്നെ ബിരിയാണി അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ പെരുന്നാളിന് വെക്കാൻ വെച്ചിട്ട് അപ്പോൾ ഇക്കാൻ്റെ ആദ്യം ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് അവിടുത്തെ ഇക്കാൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ അനിയൻ്റെ കൂട്ടുകാരനും വരുന്നുണ്ട് കേട്ടോ. സ്റ്റുഡൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചിക്കനും വറുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ മല്ലിയിലയും റെഡിയാക്കുന്നുണ്ട്, പൊതീനയൊക്കെ അങ്ങോട്ട് അങ്ങനെ പിച്ചിയൊക്കെ റെഡിയാക്കിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ തൈര് ചട്ടിയൊക്കെ അങ്ങോട്ട് അയക്കണം. ഇനിയിപ്പോൾ അടുത്തത് ബിരിയാണി വെക്കില്ല, അത് ഉമ്മിപ്പിയാണ് കേട്ടോ വെക്കണത്. അത് ഉമ്മിപ്പിയും ഇപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട്. മസാല അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങോട്ട് കടത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പുറത്ത് ഇവിടെ ഒക്കെയാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ബിരിയാണിയൊക്കെ സെറ്റായി. പിന്നെ അതാ അവരോടൊന്ന് കൊണ്ടുവരിക കേട്ടോ. ഇക്കാനിയൊക്കെ അത് എടുത്തിട്ട് ഇത് കൊണ്ടുവരിക കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ബാക്കി റെഡിയാകാനുള്ളവരൊക്കെ പോയിട്ട് റെഡിയായി ഒക്കെ വരുമ്പോഴത്തേനും ഇക്കാൻ്റെ ഓഫീസിലത്തെ കൂട്ടുകാരും വന്നു. പിന്നെ ബുൻ്റെ പഠിപ്പിച്ച കുട്ടിയും വന്നിക്കണം. അയവിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അല്ലൂസ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരുന്നു കേട്ടോ. ഇവരൊക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായപ്പോൾ പിന്നെ നമ്മളും അങ്ങോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ എണീച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് എണീച്ച് പിന്നെ
നമ്മളൊന്ന് വെളിയിലൊന്ന് പോകാവിട്ട് റെഡിയാകുക കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂസ് ആടുജീവിതം കാണണേ ആടുജീവിതം കാണണേ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. നിൽക്കാനും ഇരിക്കാനും സ്വൈരോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരി, ആടുജീവിതം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ അല്ലൂസിൻ്റെ തലേ ദിവസത്തെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. പിന്നെ ഓരോ ജ്യൂസ് വേടയുമായി. സിനിമ കഴിഞ്ഞപ്പോൾ പിന്നെ ജ്യൂസ് വേടയുമായി. പിന്നെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്താണ് അങ്കൂസിൻ്റെ ജ്യൂസ് ഇത്തിരി കട്ടിയാട്ടോ. അപ്പം ഇങ്ങനെ കാട്ടുക അങ്ങനെ കാട്ടുക എന്നൊക്കെ ഇപ്പാക്ക് ഉപദേശം കൊടുക്കുന്നു മോൻ. അപ്പം പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഇതിൻ്റെ രണ്ടുപേരുടെയാണ് ഫസ്റ്റ് ജ്യൂസൊക്കെ വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ വന്നത്. അപ്പോൾ എൻ്റെ പിസ്തയായിരുന്നു, എൻ്റെ ചിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കുമ്പോൾ അല്ലൂസിൻ്റെ ജ്യൂസൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ കുട്ടികൾക്ക് തണുപ്പ് കിട്ടിയാൽ പിന്നെ ഇത്തിരി ഇതാണല്ലോ. അപ്പോൾ ജ്യൂസ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അവനും കുടിക്കും കേട്ടോ. പിന്നെ കഞ്ഞി ജ്യൂസ് വന്നപ്പോഴും രണ്ടുപേരും കുടിച്ചു. അപ്പോൾ ഇനി ഇപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റില്ല, പനി ചുമയൊക്കെ ആയിട്ട് നിങ്ങൾക്കാണെങ്കിൽ അടുത്ത് കൂടെ പോകാനും പറ്റില്ല പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ ഇന്നലെ നമ്മുടെ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അടുത്താണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നു. ഞാൻ എന്നും പരാതി പറയില്ലേ മഴനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി കാണും വരയ്ക്കും ടാറ്റാ.